നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിതാവിനെ മക്കൾ സമാധി ഇരുത്തി എന്ന ദുരൂഹ സംഭവത്തിന്റെ ചുരുളലക്കാൻ പോലീസ് അവിടെ തയ്യാറായി നിൽക്കുകയാണ്. മൃതദേഹം പുറത്തെടുത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞാൽ മാത്രമാണ് ഇത് കൊലപാതകമാണോ അതോ സ്വാഭാവിക മരണമാണോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഒരു ഉത്തരം ലഭിക്കുകയുള്ളൂ. കല്ലറയിൽ കണ്ടെത്തിയ മൃതദേഹം ഗോപൻ സ്വാമിയുടേത് തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. പത്മാസനത്തിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കല്ലറയിൽ അടക്കം ചെയ്തിരിക്കുന്നതും. കല്ലറയിൽ മണ്ണിന് പകരം കർപ്പൂരവും കളഭവും അടക്കമുള്ള പൂജാദ്രവ്യങ്ങളാണ് നിറച്ചിരുന്നത്. നെഞ്ചുവരെ കർപ്പൂരവും ഭസ്മവും പൂജാവസ്തുക്കളും നിറച്ച നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. ഏതായാലും ഇപ്പോൾ ആ മൃതദേഹം പുറത്തെടുക്കുന്നത് സമയത്ത് കൗൺസിലർ പ്രസന്നകുമാർ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. മാത്രമല്ല മറ്റുള്ള അധികൃതരുണ്ടായിരുന്നു. ആ സമയത്ത് എന്താണ് കണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് മാധ്യമങ്ങളോട് വിവരിക്കുകയാണ്. തലയ്ക്ക് മുകളിൽ സ്ലാബ് മുട്ടിയിരുന്നില്ല. ഇരിക്കുന്ന നിലയിൽ, അതായത് ചമ്രം പടിഞ്ഞിരിക്കുന്ന നിലയിൽ തന്നെയായിരുന്നു മൃതദേഹം. അത് ഗോപൻ സ്വാമി തന്നെയാണെന്നും പ്രസന്നകുമാർ, കൗൺസിലറായിട്ടുള്ള പ്രസന്നകുമാർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. കാരണം ഇതിനു മുൻപും ഗോപൻ സ്വാമിയെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് ഗോപൻ സ്വാമിയുടെ മൃതദേഹം തന്നെയാണെന്നാണ് കൗൺസിലർ അടക്കമുള്ളവർ പറയുന്നത്. മൃതദേഹം അഴുകി ഇല്ലായിരുന്നു എന്ന് പറയുന്നു. മാത്രമല്ല നിറയെ കർപ്പൂരത്തിന്റെ, അത് തുറന്നപ്പോൾ തന്നെ കർപ്പൂരത്തിന്റെ മണമായിരുന്നു. ചുറ്റിലും പൂക്കളും വസ്ത്രങ്ങളും നിറഞ്ഞിരുന്നു. കൂടാതെ കണ്ണടച്ച നിലയിലായിരുന്നു, വായ തുറന്ന നിലയിലായിരുന്നു മൃതദേഹം. മാത്രമല്ല നാവ് ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു പിടിച്ചിരുന്നത് എന്നും കൗൺസിലർ പറയുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ദുരൂഹതയാണ് ഈ സമാധി തുറക്കുന്നതോടുകൂടി തന്നെ ആദ്യഘട്ടത്തിൽ പുറത്തറിഞ്ഞിരിക്കുന്നത്. മക്കൾ പറഞ്ഞതുപോലെ തന്നെയാണ് അച്ഛന്റെ സമാധി അല്ലെങ്കിൽ അച്ഛന്റെ മൃതദേഹം അവിടെ അടക്കം ചെയ്തിരുന്നത്. ഇനി ഇത് കൊലപാതകമാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ മരണത്തിന് എന്നുള്ളതിൽ കൂടിയാണ് വ്യക്തത വരാനുള്ളത്. ഈ ഒരു സമാധി പുറത്ത് എടുത്തതിന് പിന്നാലെ തന്നെ ഏറ്റെടുക്കാൻ ആദ്യം തയ്യാറല്ല എന്നായിരുന്നു കുടുംബം പറഞ്ഞിരുന്നത്. പിന്നീടാണ് ഏറ്റെടുക്കാമെന്ന് കുടുംബം പറഞ്ഞത്. തുടർ നടപടികൾക്കായി മൃതദേഹം പുറത്തെടുത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. തിരുവനന്തപുരം സബ് കളക്ടർ OV ആൽഫ്രഡിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികളെല്ലാം തന്നെ അവിടെ പുരോഗമിച്ചത്. ഹൃദയഭാഗം വരെ കർപ്പൂരവും ഭസ്മവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണെന്നും മുഖത്തും ശിരസിലും വിഗ്രഹത്തിൽ ചാർത്തുന്നതിൽ പോലെ കളഭം ചാർത്തിയിട്ടുണ്ട്. പിന്നീട് പിതാവ് വാങ്ങിച്ചു വെച്ചിരുന്ന ശിലയെടുത്ത് സമാധി മണ്ഡപം മൂടി എന്നാണ് മക്കൾ പോലീസിന് മൊഴി നൽകിയത്. കല്ലറ പൊളിച്ചപ്പോൾ മക്കൾ പറഞ്ഞത് ശരിവെക്കുന്ന തരത്തിലാണ് മൃതദേഹം ഇരിക്കുന്നത്. ഈ ഒരു സ്ലാബ് ഇട്ട് മൂടി എന്നാണ് പറയുന്നത്. അതൊക്കെ എത്ര ഉയരത്തിലാണ് മൂടിയിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അളവുകളും എല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരണത്തിന് എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്ന് അറിയാനുള്ള ഫോറൻസിക് പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. കല്ലറയ്ക്കുള്ളിൽ ഭസ്മവും കർപ്പൂരവും അടക്കമുള്ളതാണ്. മൃതദേഹം അഴുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പ്രാഥമികമായിട്ട് റിപ്പോർട്ടുകൾ. കൂടാതെ കല്ലറയിലെ മൃതദേഹത്തിന് കാണാതായതായി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഗോപൻ സ്വാമിയുമായി സാദൃശ്യമുണ്ടെന്നും പോലീസ് അനൌദ്യോഗികമായി വ്യക്തമാക്കുന്നുണ്ട്. ഇത് സ്ഥിരീകരിക്കാൻ DNA പരിശോധന ഉൾപ്പെടെ നടത്തും. മരണകാരണവും കണ്ടെത്താനുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമായിരുന്നു പുലർച്ചെ തന്നെ സ്ഥലത്തുണ്ടായിരുന്നത്. ജില്ലാ ഭരണകൂടമാണ് കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത്. കല്ലറയിലേക്കുള്ള വഴി രാവിലെ തന്നെ അടച്ചിരുന്നു. 10 മണിക്ക് മുന്നേ തന്നെ എല്ലാ നടപടികളും പൂർത്തീകരിക്കുമെന്നായിരുന്നു ജില്ലാ ഭരണകൂടം ആദ്യം അറിയിച്ചിരുന്നത്. പൊതുജനങ്ങൾക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. ടാർപോളിൻ ഉപയോഗിച്ച് കല്ലറ മറച്ചതിന് ശേഷമാണ് മേൽമൂടി തുറന്നത്. ഫോറൻസിക് വിദഗ്ധരും പോലീസ് സർജൻ അടക്കമുള്ള എല്ലാ സംഘങ്ങളും സംഭവ സ്ഥലത്ത് രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ വേഗത്തിലാണ് നടപടികളെല്ലാം തന്നെ അവിടെ നടന്നത്. ആ സമയത്ത് കുടുംബം അവിടെ ഒരു പ്രതിഷേധമായി രംഗത്തെത്തുമോ എന്ന് ഒരു ഭയമുള്ളത് കൊണ്ടായിരിക്കാം അവിടെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. പക്ഷെ കുടുംബം കല്ലറ തുറക്കുന്നതും അത് കഴിഞ്ഞ് ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള സംഘർഷാവസ്ഥയോ പ്രതിഷേധമോ ഒന്നും തന്നെ അവിടെ സൃഷ്ടിച്ചില്ല. എല്ലാം വളരെ സാവകാശത്തിലും അതുപോലെ തന്നെ സമാധാനപരമായിട്ടായിരുന്നു നടന്നിരുന്നത്. ഏതായാലും ഇനി ഇത് കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ മറ്റെന്തെങ്കിലും ആണോ മരണകാരണം എന്നുള്ള കാര്യം കൂടിയാണ് അതിനുകൂടിയാണ് ഇനി ഉത്തരം ലഭിക്കാനുള്ളത്.